വാർത്തകൾ തുടരുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 263 ബൂത്തുകളിലായിട്ട് 2,32,384 വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യുക. രാവിലെ 7 മണി മുതൽ ആരംഭിച്ച പോളിംഗ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് പൂർത്തിയാകും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ എം സ്വരാജും ആരണൻ ഷൗക്കത്തിനും പുറമെ PV അൻവറും മത്സരിക്കുന്നത് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർച്ച കൂട്ടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, ഈ ഒരു 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദിക്കുന്ന സ്ഥാനാർത്ഥികളോട്, ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥികളോടെല്ലാം ചോദിക്കുമ്പോൾ അടക്കം തികഞ്ഞൊരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷം നേടും എന്നാണ് ആര്യടൻ ഷൗക്കത്ത് പറയുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നടക്കമാണ് സ്വരാജ് പറയുന്നത്. അതുപോലെ അൻവർ ആണെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും ഈ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക, എന്തായിരിക്കും ഫൈനൽ റിസൾട്ട് എന്നറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ, ഈ ഒരു കേരളത്തിലുള്ള എല്ലാ ജനതകളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ സാധിക്കില്ലേ? അങ്ങനെ തന്നെ പറയാം ദീപ്തി. കാരണം ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ അനാവശ്യ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യമൊക്കെ ജനങ്ങളുടെ ഭാഗത്തൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 10 മാസം കൂടിയേ ബാക്കിയുള്ളൂ, പിന്നെ എന്തിന് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ്? എന്നാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു മുന്നണികളുടെയൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ NDA മുന്നണി പോലും ആ ഒരു പ്രദേശത്ത് നിലമ്പൂരിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഭേദപ്പെട്ട സ്വാധീനമുള്ള ഒരു പ്രാദേശിക നേതാവിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നുള്ളത് തന്നെ കണക്കിലെടുത്താൽ മനസ്സിലാകും ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ കുറച്ച് വോട്ടെങ്കിലും തങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഉയർത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവസാന ഘട്ടത്തിൽ BJPയിൽ കണ്ടു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ ഒരു പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയായി വെച്ചത് എന്നുള്ളതും കൂടി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 10 അടുപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 10 അടുത്തിരിക്കുന്നു പോളിംഗ് ശതമാനം. അല്പസമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യക്തമായൊരു പോളിംഗ് ശതമാന കണക്ക് പുറത്തു വരും എന്നുള്ളതും കൂടി മനസ്സിലാകുന്നു. ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത് വലിയ പ്രശ്നബാധിതമല്ലാത്ത ഒരു മണ്ഡലമാണ്. പ്രശ്ന സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ 14 ബൂത്തുകളും ആ ഒരു മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അവിടെയൊക്കെ കനത്ത സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും ഒക്കെ സുരക്ഷയുമൊക്കെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഈ ഒരു മണ്ഡലം ഇത് കോൺഗ്രസിനൊപ്പമാണോ, ഇടതുമുന്നണിക്കൊപ്പമാണോ, അല്ലെങ്കിൽ സ്വതന്ത്രനായ PV അൻവറിനൊപ്പമാണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, NDAക്കൊപ്പം നിൽക്കുമോ ഈ ഒരു നിലമ്പൂർ മണ്ഡലം? അങ്ങനെയെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര വിജയമായിരിക്കും ഈ ഒരു അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റേത് അത്തരത്തിലൊരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ. കാരണം നേരത്തെ നിയമം കഴിഞ്ഞാൽ നിയമത്തിന് ശേഷം മറ്റൊരു നിയമസഭാ മണ്ഡലം BJP NDA മുന്നണിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിജയം അഡ്വക്കേറ്റ് മോഹൻ ജോർജിനൊപ്പം നിൽക്കുകയാണെങ്കിൽ, നിലമ്പൂരിലെ ജനങ്ങൾ മോഹൻ ജോർജിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിജയം തന്നെയായിരിക്കും. കാരണം ആദ്യം അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിടത്ത് പിന്നീട് അത് മാറ്റി പറയേണ്ട സാഹചര്യം പോലും ഉണ്ടാകും. അല്ലെങ്കിൽ BJP നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു ജയം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊക്കെ പിന്നെയും അത്തരത്തിലൊക്കെ വരും. എന്തായാലും മുന്നണികളെല്ലാം വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. ഒപ്പം PV അൻവറും വിജയപ്രതീക്ഷയിലാണ്. PV അൻവർ വിജയപ്രതീക്ഷയിലാണ് എന്ന് പറയുന്നതിനോടൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും അതിനിർണായകമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ സംസ്ഥാനപരമായി, അല്ലെങ്കിൽ സംസ്ഥാനത്ത് അത് പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക PV അൻവർ സമർപ്പിച്ചപ്പോൾ ഉണ്ടായത്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഒരു സംസ്ഥാന പാർട്ടിയാണ്. ബംഗാളിൽ അധികാരത്തിലുണ്ടെങ്കിലും അത് കേരളത്തിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അതൊരു ദേശീയ പാർട്ടിയായി അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും വന്നു. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്ന് പിന്നെ PV അൻവറും തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ PV അൻവറിൻ്റെ പ്രചരണത്തിന് ഭാഗമാകാൻ തൃണമൂൽ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. തൃണമൂൽ നേതാക്കളുടെ പിന്തുണ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ PV അൻവറിനുണ്ടായിരുന്നു. കാരണം യൂസഫ് പഠാൻ്റെ റോഡ് ഷോയൊക്കെ നമ്മൾ കണ്ടതാണ്. യൂസഫ് പഠാൻ വന്ന് അവിടുത്തെ സ്പോർട്സ് ആരാധകരിൽ, അല്ലെങ്കിൽ കായിക പ്രേമികളിൽ വലിയൊരു ഓളം സൃഷ്ടിച്ചു. കായിക പ്രേമികളായ വോട്ടർമാരിൽ വലിയ ഓളം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതൊക്കെ വോട്ടാക്കി മാറ്റുമോ, അല്ലെങ്കിൽ വോട്ടായി മാറുമോ, PV അൻവറിനൊപ്പം നിൽക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പോളിംഗ്
കൃത്യമായി തന്നെ പുരോഗമിക്കുന്നു. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പുതുതായി അറിയാൻ സാധിക്കുന്ന വിവരം. മറ്റ് സാങ്കേതിക തകരാറുകളോ മറ്റ് കുറ്റങ്ങളോ ഒന്നും ഒരു ബൂത്തുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടില്ല. 263 ബൂത്തുകളിൽ 53 പുതിയ ബൂത്തുകളുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ ബൂത്തുകളിൽ എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ പുതിയ ബൂത്തുകളിൽ ചില ആശങ്കകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ആശങ്കയ്ക്കുള്ളൊരു വകയുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല. ബൂത്തുകളിലൊക്കെ ആളുകൾ വരുന്നു, കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അവരുടേതായ ദിനചര്യകളിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ വോട്ട് വന്ന് രേഖപ്പെടുത്തി തിരിച്ചു പോയി അവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതും കൂടിയാണ്. മാത്രമല്ല ഇപ്പോഴും നിലമ്പൂരിൽ മഴയുണ്ട് പല ഭാഗങ്ങളിലായി. സംസ്ഥാനത്തെങ്ങും മഴ മൂലം മഴക്കെടുതികൾ രൂക്ഷമാണ് പല ഭാഗത്ത്. തീരദേശങ്ങളിലടക്കം നമുക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. മലയോര മേഖലയെ സംബന്ധിച്ചും സാഹചര്യങ്ങൾ വലിയ വിഭിന്നമല്ല. കാരണം പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ, കുന്നിടിച്ചിൽ, ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു നിലമ്പൂരിനെ സംബന്ധിച്ചും മലയോര മേഖലയെ സംബന്ധിച്ചും പോത്തുകൽ ഭാഗമൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തൊക്കെ അവിടുന്ന് ഉണ്ടായിരുന്ന അവിടെ ആ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ പോത്തുകല്ലായിരുന്നു. കാരണം പോത്തുകൽ പഞ്ചായത്തിലേക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഒഴുകി വന്നിരുന്നത്. പല മൃതദേഹങ്ങളുമൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മഴ രൂക്ഷമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില അപകടങ്ങളുമൊക്കെ ഉണ്ടായേക്കാം എന്നുള്ള ചില അനുമാനങ്ങൾ കൂടിയുണ്ട്. നിലവിൽ ഇപ്പോഴും നിലമ്പൂരിൽ മഴയുണ്ട്. പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റെടുത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ ബൂത്തുകളിലെത്തി പോളിംഗ് നടത്തുകയാണ്, വോട്ട് രേഖപ്പെടുത്തുകയാണ്. 13% നിലമ്പൂരിൽ പോളിംഗ് ശതമാനം. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ പിന്നിടുമ്പോൾ 13%-ലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉച്ചയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ 50%-ന് മുകളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിലയിരുത്താം. കാരണം ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു 13%-ലേക്ക് തന്നെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 13%-ലേക്ക് എത്തിയെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറിൽ 13%-ലേക്ക് എത്തിയെങ്കിൽ അത് പിന്നീട് ഒരു 50%-ലോട് അടുത്തേക്കാം ഒരു ഉച്ചയോടുകൂടി തന്നെ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും 2021-നേക്കാളും പോളിംഗ് ശതമാനം ഉയരണമെന്നാണ് എല്ലാ മുന്നണികളുടെയും ആഗ്രഹം. 76.6% കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ പോളിംഗ്. അതിനേക്കാൾ ഉയർന്നിരിക്കണം, അതിനേക്കാൾ കൂടുതലായിരിക്കണം ഇത്തവണത്തെ പോളിംഗ്. അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ അങ്ങോട്ടെത്തണം. കൂടുതൽ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം തന്നെയായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത് എന്ന് തന്നെയാണ് മുന്നണികളുടെയും അതോടൊപ്പം തന്നെ മുന്നണികളിലെ പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രചരണം ഒട്ടും കുറവല്ലായിരുന്നു, പ്രചരണം ശക്തമായിരുന്നു. അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞവർ പോലും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ പ്രാധാന്യം നൽകുന്ന മുന്നണികൾ അത്രത്തോളം മികച്ചതാക്കിയിരിക്കുന്നു പ്രചാരണം എന്നുള്ളതും കൂടിയുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കം അവിടെ വന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് PV അൻവറിനെതിരെയും UDF-നെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശക്തനായൊരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെങ്കിൽ നിലമ്പൂരിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് M സ്വരാജ്. നിലമ്പൂർ M സ്വരാജിൻ്റേതാണ്, ഇനി അങ്ങോട്ടും M സ്വരാജിൻ്റെ ആയിരിക്കും എന്നുള്ള ചില ഒരു പരോക്ഷ സൂചനകൾ, പരോക്ഷ പ്രസ്താവനകളൊക്കെ തന്നെ മുഖ്യമന്ത്രി ആ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലൊക്കെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ നിരവധി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നു. ആ ആരോപണങ്ങൾക്കൊക്കെ പ്രത്യാരോപണങ്ങളും മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത്. കാരണം LDF-ഉം RSS-ഉം തമ്മിലുള്ള ബന്ധം, CPIM-ഉം RSS-ഉം തമ്മിൽ മുമ്പ് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് അവർ ഒന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് MV ഗോവിന്ദൻ മാസ്റ്റർ ആ ഒരു പ്രസ്താവന തിരുത്തി. അതങ്ങനെയല്ല, അത് വളച്ചൊടുക്കുകയാണ് ചെയ്തത്. തങ്ങൾ ഒരു കാലത്തും RSS-ഉമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഒരിക്കലും ശരിയില്ല, അവർ വർഗീയവാദികൾ തന്നെയാണ്, അത് അവർ വർഗീയവാദികളാണ് എന്ന് തന്നെ അതിന് മുൻപും അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വളച്ചുകെട്ടലുകൾ, ഈ ഒരു വളച്ചുകെട്ടി ഇതിനെ ഒരു വിവാദമാക്കി തീർത്തതാണോ എന്നുള്ള തരത്തിലുമൊക്കെ അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അഭ്യൂഹത്തിന്മേൽ വലിയൊരു തിരിച്ചടി
ഇടതുമുന്നണിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി വോട്ടാക്കി മാറ്റാൻ UDF സാധിക്കുമെന്നുള്ള വിലയിരുത്തലുകൾ കൂടിയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും വിജയപ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ല. ഈ ഒരു നിലമ്പൂർ മണ്ഡലം എന്നൊക്കെ പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ താഴെ വരുന്ന മണ്ഡലമാണ്. അപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പമാണ് എന്നുള്ളത് കൃത്യമാണ്. കാരണം അവിടുത്തെ വയനാട് MP പ്രിയങ്ക ഗാന്ധി അടക്കം വന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നതൊക്കെ കണ്ടു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, വോട്ടർമാരെ കൂടുതൽ UDF അടുപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. ഇപ്പോൾ നിലവിൽ നിലമ്പൂരിൽ പോളിംഗ് ശതമാനം ഇപ്പോൾ 13% തന്നെയാണ്. പല ബൂത്തുകളിലും പല പഞ്ചായത്തുകളിലുമൊക്കെ വോട്ടിംഗ് അങ്ങനെ ഓരോ ഘട്ടങ്ങളായി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പഞ്ചായത്തുകളിൽ ഒന്ന് കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. നമുക്ക് ആ ഒരു പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് ശതമാന കണക്കുകളിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം. എന്തായാലും ഒരു മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തുകളുമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി അമരമ്പലം പഞ്ചായത്ത്, അമരമ്പലം, പോത്തുകൽ, വഴിക്കടവ്, ചുങ്കത്തറ, കരുളായി, മൂത്തേടം, എടക്കര, ഇങ്ങനെ 7 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിലമ്പൂർ മണ്ഡലം എന്നുള്ളതും കൂടിയാണ്. ഇതിൽ ഈ ഒരു പഞ്ചായത്തുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ ഒരു മടിയുമില്ലാതെ പിന്തുണയ്ക്കുന്ന സ്വഭാവക്കാരാണ് ഈ ഒരു പഞ്ചായത്തിലെ വോട്ടർമാർ എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു ഉറപ്പിച്ചൊരു പേര് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിജയം ആർക്കൊപ്പമെന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വോട്ടെണ്ണുന്ന ആദ്യ നിമിഷങ്ങളിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു സൂചന കിട്ടിയേക്കണമെന്നില്ല. കാരണം ഒരു പകുതിയോട് കഴിയുമ്പോൾ ഒരു 6-7 റൗണ്ട്, ഒരു 7 റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമാണ് സാധാരണയൊക്കെ ഈ ഒരു നിലമ്പൂരിനെ സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം നമുക്ക് പലപ്പോഴും കിട്ടാൻ സാധിക്കും. എന്നാലും ഈ ഒരു വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ ഏകദേശം ഒരു ചിത്രം കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും പോളിംഗിന് തട്ടുകേടൊന്നുമില്ലാതെ നിലമ്പൂരിൽ പോളിംഗ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. 263 ബൂത്തുകളിലായി 53 പുതിയ ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വനമേഖലയിലെ 3 ബൂത്തുകളിലുമൊക്കെ ആളുകൾ എത്തിച്ചേർന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്തായാലും ഒരു 50% എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കുമുള്ളത്. 50%-ലേക്കൊക്കെ ഉച്ചയോടുകൂടി തന്നെ 50% എത്തുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ളൊരു പോളിംഗ് തന്നെ പറയേണ്ടി വരും. കാരണം വൈകിട്ടോടുകൂടി ആ പോളിംഗിന് നല്ലൊരു ഉയർച്ച ഉണ്ടാകും. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയരും പോളിംഗ് എന്നുള്ളതും കൂടിയാണ് മുന്നണികളടക്കം പ്രതീക്ഷിക്കുന്നത്. ദീപ്തി. അതായത് അതുപോലെ തന്നെ ഈ പോളിംഗ് കുറയാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കനത്ത പോളിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാതെ വരുന്നത് ഈ ഒരു പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂടിയത് ആണോ, അല്ലെങ്കിൽ ഈ ഒരു മഴയാണോ ഈ ഒരു പോളിംഗ് ശതമാനം ഈ ഒരു വലിയൊരു വർധനവ് കാണിക്കാതിരിക്കാനുള്ള കാരണം ഈ ഒരു പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയതാണോ, അല്ലെങ്കിൽ ഈ ഒരു മഴയുടെ സാഹചര്യം, ഈ ആളുകളെല്ലാം മഴയൊന്ന് തോർന്നതിന് ശേഷം വോട്ട് ചെയ്യാൻ പോകാം എന്നടക്കമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഇരിക്കുന്നതാണോ ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ തന്നെ ഈ ഒരു മികച്ച പോളിംഗ് ആണ് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം ഇതാണ് നമുക്ക് പറയാൻ സാധിക്കുമോ? രണ്ടുമാകാം ദീപ്തി. കാരണം ഇപ്പോൾ ഒരു മഴ കാരണം ഒന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒന്ന് മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞ് പിന്നീട് പോയി വോട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കുന്ന വോട്ടർമാരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു ബൂത്തുകൾ ഉയരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ബൂത്തുകൾ അവിടെ വന്നതുകൊണ്ട് ഇത്തരത്തിൽ പോളിംഗ് കുറയണമെന്ന് പറയാനാകില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ബൂത്തുകൾ കൂടിയതുകൊണ്ട് പോളിംഗ് കുറയുമെന്ന് പറയാനാകില്ല. കൂടുതൽ സൗകര്യങ്ങൾ വോട്ടർമാരിലേക്ക് എത്തി എന്നുള്ളതാണ് ബൂത്തുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വ്യക്തമാക്കിയത്. കാരണം കൂടുതൽ തിരക്കില്ലാതെ സാധാരണ നിലയിൽ നേരെ പോയി വോട്ട് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ള ഒരു ലക്ഷ്യം വോട്ടർമാർക്ക് മുന്നിലേക്ക് നൽകുന്നൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബൂത്തുകൾ കൂടിയതുകൊണ്ട് ഈ ഒരു പോളിംഗ് ശതമാനം കുറയണമെന്നില്ല. എന്തായാലും മറ്റേ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ദീപ്തി പറഞ്ഞ പോലെ മഴയുണ്ട് അവിടെ നിലമ്പൂരിൽ, നല്ല രീതിയിൽ മഴയുണ്ട്. അപ്പോൾ മഴ കാരണം ചിലപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ചിലയൊരു തട്ടുകേട് സംഭവിച്ചേക്കാം. പക്ഷേ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 2 മണിക്കൂർ കൊണ്ട് ഒരു 13%-ലേക്കൊക്കെ എത്തിയെങ്കിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെയും അവിടെ മഴയുണ്ടായിരുന്നു. രാവിലെയും ചെറിയ രീതിയിലൊക്കെ, സംസ്ഥാനത്തെങ്ങും മഴയുണ്ട്. അപ്പോൾ നിലമ്പൂരിലും ചെറിയ രീതിയിലൊക്കെ മഴയുണ്ട്. മലയോര മേഖലയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മഴയൊക്കെ സാധാരണ നിലയിൽ സംസ്ഥാനത്ത്
എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ മലയോര മേഖലയിലൊക്കെ സാധാരണ നിലയിൽ മഴ കൂടുതലാകും. പക്ഷേ ആ ഒരു മഴയൊന്നും വകവെക്കാതെ തന്നെ രാവിലെ തന്നെ വോട്ടർമാർ അവിടെ എത്തി വോട്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കുറച്ചുകൂടി മഴ ശക്തമായാലും വോട്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ അവരെന്തായാലും എത്തും, അല്ലെങ്കിൽ തങ്ങൾ എന്തായാലും വോട്ട് ചെയ്യും, അവിടുത്തെ ജനങ്ങൾ എന്തായാലും തീർച്ചയായും വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മഴയൊന്നും വകവയ്ക്കാതെ തന്നെ അവർ ബൂത്തുകളിലേക്ക് എത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പോളിംഗ് ശതമാനം ഒട്ടും കുറയാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ 2021 കുറയാൻ സാധ്യതയില്ല, അതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് മുന്നണികൾ പങ്കുവെക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രമുഖരടക്കം അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ആര്യടൻ ഷൗക്കത്താണെങ്കിലും എം സ്വരാജ് ആണെങ്കിലും അബ്ദുൾ വഹാബ് MP ആണെങ്കിലും ഈ നിലമ്പൂർ ആയിഷ അടക്കമുള്ള പ്രമുഖരടക്കം ഈ അതിരാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയ വിവരങ്ങളെല്ലാം വാർത്തകളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രമുഖരെ സംബന്ധിച്ച് എന്തായാലും ഈ ഒരു LDF സ്ഥാനാർത്ഥി എം സ്വരാജ്, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തൊക്കെ തന്നെ അതിരാവിലെ തന്നെ വന്ന് രേഖപ്പെടുത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിലൂടെ വോട്ടർമാർക്ക് കൂടുതൽ പ്രചോദനം നൽകി, പ്രവർത്തകർക്ക് കൂടുതൽ പ്രചോദനം നൽകി ആ ഒരു നീക്കത്തിലൂടെ എന്നുള്ളതാണ്. അവർ ചിരിച്ചുകൊണ്ട് സലാം വെച്ച് പോകുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഒരുമിച്ച് നിന്ന് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാഴ്ചകളുമൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. കാരണം വ്യക്തിപരമായ ആരോപണങ്ങളൊന്നും ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ അങ്ങനെ ഈ ഒരു പ്രചരണ കാലത്ത് ഉയർന്നിട്ടില്ല. രാഷ്ട്രീയപരമായ ആരോപണങ്ങളെക്കാൾ ഉപരി അത്തരത്തിലുള്ള വ്യക്തിഹത്യകളൊന്നും അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചും ഇവരെല്ലാവരും ഒരേ നാട്ടുകാരാണ്. ഇപ്പോൾ PV അൻവർ ആണെങ്കിലും നിലമ്പൂർ എം സ്വരാജ് ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്താണെങ്കിലും ഇവരൊക്കെ ഇതിനു മുമ്പേ PV അൻവറും ആര്യാടൻ ഷൗക്കത്തും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചില ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയത്തെക്കാൾ ഉപരി വ്യക്തിക്കാണ് പ്രാധാന്യം. അപ്പോൾ വ്യക്തികൾ തമ്മിൽ അത്തരത്തിലുള്ള ചേർച്ചക്കുറവുകൾക്കൊന്നും സ്ഥാനമില്ല നിലമ്പൂരിൽ. രാഷ്ട്രീയപരമായി പല മാറ്റങ്ങളുണ്ടാവും, പല നിലപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ പല ആരോപണങ്ങളും ചിലപ്പോൾ ഉന്നയിച്ചേക്കും. അത് രാഷ്ട്രീയപരം മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ, ഈ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഇവരുടെ കൂടിക്കാഴ്ചയിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ എത്രത്തോളം ഊർജ്ജസ്വലരാണ് എന്നുള്ളതാണ്. അവരുടെ പ്രവർത്തനത്തിൽ, അവരുടെ ഒരു പ്രവർത്തന മികവിൽ അവർ ഊർജ്ജസ്വലരാണ് എന്ന് കാണിക്കുന്നൊരു നീക്കമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ അവിടെ നടന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ എത്രത്തോളം ഊർജ്ജസ്വലരാകണം ഓരോ തെരഞ്ഞെടുപ്പിലും, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രത്തോളം ഊർജ്ജസ്വലത കാണിക്കണം എന്നതിൻ്റെ ഉദാഹരണമൊക്കെ ആയിട്ടാണ് ഈ ഒരു ആര്യാടൻ ഷൗക്കത്തും ഈ ഒരു എം സ്വരാജും ഒക്കെ നിന്നത്. അതോടൊപ്പം തന്നെ MP അബ്ദുൾ വഹാബും അവിടെ നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാവർക്കും സാധാരണ മനുഷ്യരെ പോലെ ഇവർക്കും നിരവധി തിരക്കുകളുള്ള മനുഷ്യരാണ്, നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ടാകും. അപ്പോൾ എത്രയും വേഗം തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തുക, തങ്ങൾ വോട്ട് ചെയ്യുക. ആ വോട്ട് രാവിലെ തന്നെ അവർ അവിടെ ബൂത്തുകളിൽ അവരവരുടേതായ ബൂത്തുകളിലെത്തി അവർ രേഖപ്പെടുത്തി. അത് കൃത്യമായി തന്നെ നടന്നു. ഇനി മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല ഭാഗങ്ങളിലായി ബൂത്തുകളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രായത്തിലുള്ള ആളുകളുമുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മക്കളൊക്കെ തന്നെ അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതൊക്കെ കണ്ടു. നിരവധി പ്രായം ചെന്നവരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളതാണ്. അവരെ എടുത്തുകൊണ്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ. കാരണം ഓരോ മുന്നണികളും ഓരോ പ്രവർത്തകരും അവർക്ക് അവരുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ കൃത്യമായി ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ഓരോ പ്രവർത്തകരും, ഓരോ മുന്നണി പ്രവർത്തകരും കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് 2,32,384 വോട്ടർമാരാണുള്ളത്. 3,800-ലധികം പുതിയ വോട്ടർമാർ അവിടെയുണ്ട്. ഇതിൽ പുരുഷന്മാർ 1,13,000 പുരുഷന്മാരാണ് ഈ ഒരു മണ്ഡലത്തിൽ. സ്ത്രീ വോട്ടർമാർ 1,18,000 സ്ത്രീകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി വോട്ടർമാരുണ്ട് 374. ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് വോട്ടർമാരായിട്ട് 9 പേരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സായിട്ട് വോട്ടർമാർ. അപ്പോൾ ഇവരുടെയൊക്കെ വോട്ടുകൾ എത്തരത്തിലായിരിക്കും ഈ പ്രചരണങ്ങളെല്ലാം ഈ വോട്ടർമാരെ സ്വാധീനിച്ചത്? എം സ്വരാജിനൊപ്പമാണോ, അല്ലെങ്കിൽ UDFനൊപ്പമാണോ, ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണോ,
അല്ലെങ്കിൽ ഇതൊന്നുമല്ല NDA മുന്നണിക്കൊപ്പമാണോ, അഡ്വക്കേറ്റ് മോഹൻ ജോർജിനൊപ്പമാണോ, തങ്ങളുടെ ഇത്രയും കാലമായ MLA ആയിരുന്ന PV അൻവറിനൊപ്പമാണോ ജനങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ പോളിംഗിലൂടെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് PV അൻവറിനല്ല, ഇടതുപക്ഷത്തിനാണ് അവിടെ മുൻതൂക്കം എന്നുള്ളതാണ്. കാരണം മുമ്പ് PV അൻവർ ഇടതു സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിലുപരി കിട്ടിയ വോട്ടുകളേക്കാൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും ഈ PV അൻവറിന് തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എവിടെയും പോയില്ല, അത് M സ്വരാജിന് തന്നെയാണ്. വേണമെങ്കിൽ PV അൻവറിന് കിട്ടേണ്ട വോട്ടുകൾ പോലും M സ്വരാജിലേക്ക് എത്തും. അത്രത്തോളം ശക്തനാണ് M സ്വരാജ് എന്നുള്ള തരത്തിലാണ് ഇടതു നേതാക്കളടക്കം സൂചിപ്പിച്ചിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും അത്തരത്തിൽ തന്നെയാണ്. ആ മണ്ഡലത്തിൽ തന്നെ ഏറെക്കാലമായി അങ്ങനെ പ്രവർത്തന മികവോടെ തുടരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. മാത്രമല്ല ആര്യാടൻ മുഹമ്മദ് എന്ന ഒരു വൻ വൃക്ഷത്തിൻ്റെ ഒരു ബാക്കപ്പ് കൂടി ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഏറെക്കാലം നിലമ്പൂരിൽ പ്രവർത്തിച്ച നിലമ്പൂർ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ളൊരു ഖ്യാതി കൂടി ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. അത് വലിയ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ സഹായിച്ചേക്കും. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് പല കാലഘട്ടത്തിലും സ്വീകരിച്ച പല നിലപാടുകൾ, ആര്യാടൻ ഷൗക്കത്തിൻ്റെ യാഥാസ്ഥിക നിലപാടുകളൊക്കെ തന്നെ അവിടെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലപാടുകളൊക്കെ വോട്ടായി മാറും എന്നുള്ളതും കൂടിയാണ് എടുത്തു പറയേണ്ടത്. മോഹൻ ജോർജിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള മേഖലയിലെ സ്വാധീനമൊക്കെ വോട്ടുകളായി മാറും എന്നുള്ളതും കൂടിയുണ്ട്. PV അൻവറിനും ഏറെക്കാലമായി അവിടെ തുടരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് MLA ആയി തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൃത്യമായി അവിടുത്തെ മണ്ഡലത്തിലെ പല കാര്യങ്ങളും അറിയാം. അപ്പോൾ മണ്ഡലത്തിലെ പ്രശ്നങ്ങളടക്കം അറിയാം. വന്യജീവി പ്രശ്നമാണ് ഈ ഒരു PV അൻവർ ഏറ്റവും പ്രധാനമായി മുൻപ് ഉന്നയിച്ചിരുന്നത്. ഈ ഒരു വന്യജീവി സംഘർഷത്തെ തുടർന്നാണ് PV അൻവർ ഈ ഒരു MLA സ്ഥാനം തന്നെ രാജിവെച്ചത്. അപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ സമയത്തും വന്യജീവി പ്രശ്നങ്ങളെല്ലാം PV അൻവറും ഉന്നയിച്ചിരുന്നു. ഇടതുപക്ഷവും ആദ്യഘട്ടത്തിലും ഏറ്റവും പ്രധാനമായും പറഞ്ഞതാണ്. കാരണം തങ്ങൾ ഏറ്റവും പ്രധാനമായും പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുതന്നെയാണ് നിലമ്പൂരിൽ എപ്പോഴും ചർച്ചയാകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷവും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല NDA മുന്നണിയെ സംബന്ധിച്ച്. ഇവർ രാഷ്ട്രീയമായി ചേരിതിരിവ്, രാഷ്ട്രീയപരമായ ചില ആരോപണങ്ങൾ മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ. മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങളൊന്നും അവർ എടുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് NDA മുന്നണി ആരോപിക്കുന്നത്. തങ്ങൾക്ക് പറയാനുള്ളത് പ്രകടന പത്രികയിലൂടെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രിക ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് NDA മുന്നണിയും അവിടെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ഇവരെല്ലാവരും ഈ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും ഒക്കെ അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ ആയിഷ അവിടെ വോട്ട് രേഖപ്പെടുത്തി. MP അബ്ദുൾ വഹാബ് രേഖപ്പെടുത്തി. അങ്ങനെ എല്ലാവരും അതിരാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി അവരുടേതായ കർമ്മങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നതിനും കാരണം അതുതന്നെയായിരിക്കും. കാരണം ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. അപ്പോൾ പ്രവൃത്തി ദിവസത്തെ സംബന്ധിച്ച് രാവിലെ തന്നെ അവർക്ക് വോട്ട് രേഖപ്പെടുത്തി അവരുടേതായ പ്രവൃത്തികളിലേക്ക് പോകേണ്ടതാണ് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തിരക്കുകളാകാം രാവിലെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം ഉയരാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചില വിലയിരുത്തൽ വരുന്നത്. കാരണം ഭേദപ്പെട്ട പോളിംഗിലേക്ക് ഈ ഒരു നിമിഷം തന്നെ എത്താൻ കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു തിരക്ക് തന്നെയായിരിക്കും. അത്രത്തോളം വോട്ടർമാർ എല്ലാ ബൂത്തുകളിലും എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും വോട്ടർമാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കങ്ങനെ കാര്യമായി കുറവില്ല. അവിടെ നീണ്ട ക്യൂ ഒക്കെ തന്നെയുണ്ട് പല ബൂത്തുകളിലും. ഇപ്പോൾ ആ ഒരു വോട്ട് രേഖപ്പെടുത്താനായി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും അതിരാവിലെ തന്നെ വന്ന് അവർ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപ്തി. തീർച്ചയായും കാളിദാസ്, മടങ്ങിയെത്താം. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു UDFന്റെ വോട്ടിൽ ഒരു വിള്ളലും ഉണ്ടാകില്ല എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിനെതിരെയുള്ള